അടുത്ത കുറച്ച് ദിവസങ്ങൾ വിവാഹത്തിന്റെ ഒരുക്കങ്ങളുടെ തിരക്കിലായിരുന്നു. ഷോപ്പിംഗ്, കാർ ഡിസ്ട്രിബ്യൂഷൻ, കാറ്ററിംഗ് ടീമുമായുള്ള മീറ്റിംഗുകൾ, ഡെക്കറേഷൻ പ്ലാനിംഗ്, അങ്ങനെ എല്ലായിടത്തും നേഹ ഉണ്ടായിരുന്നു. എന്റെ മെഹന്തി ഡിസൈൻ മുതൽ ലെഹങ്കയുടെ ഡിസൈൻ വരെ എല്ലാത്തിനും നേഹയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ പോലും അവളുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. രാഹുലിന്റെ വീട്ടിലേക്കുള്ള വരവ് മുമ്പത്തേക്കാൾ കൂടുതലായിരുന്നു. മുമ്പൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരു തവണ മാത്രമാണ് എന്നെ കാണാൻ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പകൽ മുതൽ തന്നെ വരാൻ തുടങ്ങി. എപ്പോൾ വന്നാലും എന്തെങ്കിലും ഒരു കാരണം പറയാനുണ്ടാകും. മമ്മി മിഠായി തന്നയച്ചിരുന്നു, നിങ്ങൾക്ക് തരാൻ വന്നതാണ്. അല്ലെങ്കിൽ ഇതിലൂടെ പോവുകയായിരുന്നു, അപ്പോൾ ഒന്ന് കയറിയതാണ്. അങ്ങനെ പറഞ്ഞ് വീട്ടിൽ കയറി കുറേ നേരം സംസാരിച്ചിരിക്കും. കൂടുതലായും സംസാരിക്കുന്നത് നേഹയോടായിരുന്നു. എവിടെയാണ് താമസിക്കുന്നത്? ഞാനും കുറെ കാലം ദ്വാരകയിലുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോൾ ഒരിക്കൽ ആ എക്സ്പീരിയൻസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ സംഭാഷണങ്ങൾ നീണ്ടുപോകുമായിരുന്നു. പക്ഷെ അന്നൊന്നും അതിൽ കൂടുതൽ എനിക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല. ഇതൊക്കെ വളരെ സാധാരണമായ കാര്യമാണെന്നാണ് ഞാൻ കരുതിയത്. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നല്ല സുഹൃത്തുക്കളാകുന്നു എന്നത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം മാത്രമായിരുന്നു. സംഗീതിന്റെ ദിവസം വീട്ടിൽ DJ പാർട്ടി നടക്കുകയായിരുന്നു. എല്ലാവരും പാട്ടിനൊത്ത് നൃത്തം ചെയ്യുകയായിരുന്നു. ഞാനും വളരെ സന്തോഷത്തിലായിരുന്നു. എന്റെ കസിൻസിനൊപ്പം ചിരിച്ചും കളിച്ചും ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ദാഹിച്ചു. വെള്ളം കുടിക്കാനായി ഞാൻ കിച്ചണിലേക്ക് പോയി. അവിടെയാണ് ഞാൻ രാഹുലിനെയും നേഹയെയും കണ്ടത്. അവർ പരസ്പരം വളരെ അടുത്തു നിന്നുകൊണ്ട് എന്തോ സംസാരിക്കുകയായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയതും നേഹ പെട്ടെന്ന് അല്പം ഉറക്കെ പറഞ്ഞു, ഞാൻ രാഹുൽജിക്ക് ഞാൻ സെലക്ട് ചെയ്ത സ്പെഷ്യൽ മെഹന്തി ഡിസൈനുകൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ രാഹുലും വേഗത്തിൽ പറഞ്ഞു, അതെ, നേഹ എനിക്ക് മെഹന്തി ഡിസൈനുകളുടെ ഫോട്ടോസ് കാണിച്ചു തരികയായിരുന്നു. ഞാൻ നേഹയുടെ കയ്യിലേക്ക് നോക്കി. അവളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല. ഫോട്ടോസോ എവിടെ? ഞാൻ സംശയത്തോടെ ചോദിച്ചു. ഫോണിലുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഗാലറി തുറന്ന് മെഹന്തി ഡിസൈനുകളുടെ ചിത്രങ്ങൾ കാണിച്ചു. ശരിക്കും ആ ഫോട്ടോകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തോ ഒന്ന് ശരിയല്ലെന്ന് എന്റെ മനസ്സു പറഞ്ഞു. എന്താണെന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടച്ചാൽ വീണ്ടും വീണ്ടും ആ രംഗം മനസ്സിലേക്ക് വന്നു. രാഹുലും നേഹയും വളരെ അടുത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അകന്നു മാറിയത്. നീ വെറുതെ ഓവർ തിങ്ക് ചെയ്യുകയാണ് റിയ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. നേഹ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. രാഹുൽ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം അവൻ നിന്റെ ഭർത്താവാകാൻ പോവുകയാണ്. വെറുതെ സംശയങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനെ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഒടുവിൽ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണത്. പിറ്റേന്ന് രാവിലെ മെഹന്തി ചടങ്ങായിരുന്നു. നേഹ എന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഓരോ കാര്യവും ശ്രദ്ധിച്ചു. അല്പസമയത്തിനു ശേഷം രാഹുൽ എന്നെ നോക്കി മന്ദഹസിച്ചു. അവന്റെ ആ വശീകരിക്കുന്ന പുഞ്ചിരി കണ്ടപ്പോൾ എന്റെ മനസ്സിലെ എല്ലാ സംശയങ്ങളും ഞാൻ തന്നെ തള്ളിക്കളഞ്ഞു. ഒരു പ്രശ്നവുമില്ല, ഞാൻ തന്നെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചത് എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വിവാഹദിനമെത്തി. 2019 ഏപ്രിൽ 15. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമായിരുന്നു അത്. വിവാഹ മണ്ഡപത്തിൽ ഞങ്ങൾ അഗ്നിയെ ചുറ്റി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓരോ നിമിഷവും ഒരു സ്വപ്നം പോലെ തോന്നി. രാഹുൽ എന്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തിയ നിമിഷം സന്തോഷം കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മ കരയുകയായിരുന്നു. അച്ഛന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവരുടെ ഇടയിൽ നേഹയും നിന്നിരുന്നു. അവളുടെ കണ്ണുകളിലും കണ്ണുനീർ നിറഞ്ഞിരുന്നു. അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണെന്ന് അന്ന് ഞാൻ വിശ്വസിച്ചു.
നേഹ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചു. നിറപുഞ്ചിരിയോടെ അവൾ പറഞ്ഞു, നീ എപ്പോഴും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കണം. ഈ സന്തോഷം നീ അർഹിക്കുന്നതാണ്. ഞാനും അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീയും വേഗം വിവാഹം കഴിക്കണം. എന്നിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ജീവിതം മനോഹരമായി ആഘോഷമാക്കാം. അല്പസമയത്തിനു ശേഷം യാത്ര പറയേണ്ട നിമിഷമെത്തി. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. പപ്പയും മമ്മിയും കണ്ണീരോടെ എന്നെ യാത്രയാക്കി. അവരെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളും നിറഞ്ഞു. ജനിച്ചു വളർന്ന വീടും മമ്മിയെയും പപ്പയെയും വിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്ര സന്തോഷത്തോടെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിലും ആ വിടപറയലിൻ്റെ നിമിഷത്തിൽ മനസ്സ് തകർന്നു പോകും. ആ വീടിൻ്റെ ഓരോ കോണിലും നിറഞ്ഞുകിടക്കുന്ന ഓർമ്മകളും സ്നേഹവും പിറകിലാക്കി ഇറങ്ങുമ്പോൾ കണ്ണീർ സ്വാഭാവികമാണല്ലോ. വിവാഹം ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. പക്ഷേ ഒരു പെൺകുട്ടിക്ക് അതൊരു വിടപറച്ചിലിൻ്റെ ദിനം കൂടിയാണ്. ജനിച്ച വീട്ടിലെ ഓരോ ചുവരും ഓരോ ഓർമ്മയും, അച്ഛൻ്റെ കരുതലും അമ്മയുടെ സ്നേഹവും സഹോദരങ്ങളുടെ കളിച്ചിരികളും പിന്നിലാക്കി പുതിയൊരു വീട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ സന്തോഷവും സങ്കടവും ഒരുമിച്ച് നിറയും. പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും യാത്ര പറയുമ്പോഴും ഉള്ളിൽ അവൾ തകർന്നുകൊണ്ടിരിക്കും. അച്ഛൻ്റെ കൈവിട്ട് മറ്റൊരാളുടെ കൈ പിടിക്കുന്ന ആ നിമിഷം, അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത നിമിഷങ്ങളാണ്. പുതിയ ബന്ധങ്ങളും പുതിയ സ്വപ്നങ്ങളും അവളെ കാത്തിരിക്കുമ്പോഴും ഇനി ഈ വീട്ടിൽ ഞാൻ പഴയ പോലെ ഓരോ ദിവസവും ഉണ്ടാകില്ല എന്ന ചിന്ത അവളുടെ കണ്ണുകൾ നനയിക്കും. ഒരു പെൺകുട്ടി വിവാഹശേഷം വീട് വിടുന്നത് ഒരു സ്ഥലം മാറൽ മാത്രമല്ല, അവളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അധ്യായം പിന്നിലാക്കി മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുന്നതാണ്. ആ യാത്രയിൽ അവൾ ചിരിച്ചാലും അവളുടെ മനസ്സിൻ്റെ ഒരു ഭാഗം എന്നും മാതാപിതാക്കളുടെ അടുത്തുണ്ടാവും.